കേരളത്തിലെ 3 ഓളം പ്രമുഖ ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയുണ്ടായി. ഒരു കാർഡിയോളജി ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കേരളത്തിലൊരു 10ഓളം DM കാർഡിയോളജി ഉള്ള കാർഡിയോളജി ഡോക്ടർമാരുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്യുകയുണ്ടായി. എൻ്റെ പേര് TC മാത്യു, BCCIയുടെ മുൻ വൈസ് പ്രസിഡൻറ്റും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റുമാണ്. ഒരു കാർഡിയോളജി ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കേരളത്തിലെ 3 ഓളം പ്രമുഖ ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയുണ്ടായി. അവസാനം എനിക്കൊരു ലേസർ ആൻജിയോപ്ലാസ്റ്റി വേണം എന്നുള്ളതാണ് പല ഡോക്ടർമാരും സജസ്റ്റ് ചെയ്തത്. കേരളത്തിലൊരു 10ഓളം DM കാർഡിയോളജി ഉള്ള കാർഡിയോളജി ഡോക്ടർമാരുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ സജി ജോസ് എന്നെ ഡോക്ടർ ദീപക് ഡേവിഡ്സൺ എന്ന കാരിത്താസ് ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയുടെ ചീഫ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇവിടെ വന്ന് ഞാൻ 2 ദിവസം മുമ്പ് ലേസർ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാവുകയും ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയുമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാരിത്താസ് ഹോസ്പിറ്റലിലെ എൻ്റെ എക്സ്പീരിയൻസ് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പല ഹോസ്പിറ്റലുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടെങ്കിലും ഇപ്പോൾ ഡോക്ടർ ദീപക് ഡേവിഡ്സൺ അദ്ദേഹത്തിന് ഒരു അമേസിങ് പെയർ ഓഫ് ഹാൻഡ്സ്. നല്ല ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വളരെ മികച്ച ഡോക്ടറാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, വിനയം, അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത വിധം, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് കെയർ എടുത്തു പറയേണ്ടതാണ്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ വളരെ വിനയത്തോടുകൂടി ആണ് ICUവിലാണെങ്കിലും പൊതുവെയും നേഴ്സിംഗ് കെയറും. അതുകൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും, കേരളത്തിലെ ഏറ്റവും മികച്ച 2 ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമാരിൽ ഒരാളാണ് ഡോക്ടർ ദീപക് ഡേവിഡ്സൺ എന്ന് പലരും എന്നോട് പറഞ്ഞു. എനിക്ക് അനുഭവത്തിൽ ബോധ്യമായ കാര്യമാണ്.